കേരളവാണിയുടെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സാബു MC, സെൻറ് ആൽബർട്ട്സ് കോളേജ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഈ അക്കാദമിക് വർഷം മുതൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങുകയാണ്. അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ. UGC നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയാണ് ഈ അക്കാദമിക് വർഷം മുതൽ കേരള ഗവൺമെൻറ് കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 4 വർഷ ഡിഗ്രി പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കൂടെ ഒരു വർഷം കൂട്ടലല്ല, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അവൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ രീതിയിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് പ്രധാനമായും 3 തരത്തിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് നേടിയാൽ ഇപ്പോഴുള്ള 3 വർഷ ഡിഗ്രിക്ക് സമാനമായ രീതിയിൽ ഡിഗ്രി നേടാവുന്നതാണ്. അതേസമയം 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റ് നേടിയാൽ 4 വർഷ ഓണേഴ്സ് ഡിഗ്രി നേടാവുന്നതാണ്. ഈ 4 വർഷ ഓണേഴ്സ് ഡിഗ്രിയിൽ തന്നെ നേടുന്ന 177 ക്രെഡിറ്റിൽ 12 ക്രെഡിറ്റ് എങ്കിലും റിസർച്ച് പ്രൊജക്റ്റിലൂടെ ആണ് നേടുന്നതെങ്കിൽ വിദ്യാർത്ഥിക്ക് 4 വർഷ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് നേടാവുന്നതാണ്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 15 മണിക്കൂറിലെ പഠനത്തിലൂടെയാണ് ഒരു കുട്ടിക്ക് നേടാവുന്നത്. 4ാമത്തെ വർഷ പഠനത്തിന് മുമ്പ് കുട്ടികൾ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 6 സെമസ്റ്ററുകളിൽ നിന്ന് 75% മാർക്ക് നേടിയാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് 4ാമത്തെ വർഷത്തെ പ്രവേശനത്തിന് എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി നേടാനാണ് കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ചേരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കുറഞ്ഞത് 2 അധ്യാപകരെങ്കിലും ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവരായിരിക്കണം. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 4ാമത്തെ വർഷത്തിൽ തന്നെ കുട്ടികൾക്ക് UGC നെറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് ചേരുന്ന ഒരു വിദ്യാർത്ഥി താൻ ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ പ്രധാന വിഷയം ഏതാണോ പഠിക്കേണ്ടത് അത് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 3 വർഷത്തെ പഠനം കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഈ സബ്ജക്റ്റ് ആയിരിക്കും പ്രധാന വിഷയമായിട്ട് എടുക്കുന്നത്. എന്നാൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം അനുസരിച്ച് ആദ്യ വർഷം തന്നെ 4 വ്യത്യസ്ത വിഷയങ്ങളെങ്കിലും കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് അവസരമുണ്ട്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ DSc A, DSc B, DSc C എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന 3 വ്യത്യസ്ത വിഷയങ്ങളും അതോടൊപ്പം തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് ഒരു വിഷയം കൂടി കുട്ടികൾക്ക് ആദ്യത്തെ വർഷം പഠിക്കാവുന്നതാണ്. അതായത് ഏകദേശം 4 വ്യത്യസ്ത സബ്ജക്റ്റുകൾ കുട്ടികൾക്ക് ആദ്യത്തെ വർഷം പഠിക്കാവുന്നതും 2ാമത്തെ വർഷം പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വർഷം മാത്രം കുട്ടികൾ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഏതാണോ അത് തിരഞ്ഞെടുത്താൽ മതി. അതായത് ആദ്യത്തെ വർഷത്തിൽ പഠിച്ച 4 സബ്ജക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയം 2ാമത്തെ വർഷം മെയിൻ സബ്ജക്റ്റായിട്ട് കുട്ടികൾക്ക് പഠനം തുടരാവുന്നതാണ്. ഒരു വിദ്യാർത്ഥി 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രധാനമായും 6 തരത്തിൽ ആ കുട്ടികൾക്ക് ഡിഗ്രി കരസ്ഥമാക്കാവുന്നതാണ്. ജനറലായിട്ട് അതിനെ പാത്ത് വേസ് എന്നാണ് പറയുന്നത്. അതായത് 6 ഡിഫറെൻറ്റ് പാത്ത് വേസിലൂടെ കുട്ടികൾക്ക് ഡിഗ്രി കരസ്ഥമാക്കാവുന്നതാണ്. ആദ്യത്തേത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മേജറായിട്ട് കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ കണ്ടീഷൻ ഇത്രയുമാണ്. 3 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ
50% ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നേടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മേജറായിട്ട് ഡിഗ്രി ലഭിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാൻ പറ്റുന്നത് ഫിസിക്സ് മേജർ, കെമിസ്ട്രി മേജർ. അതിൻ്റെ അർത്ഥം ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ആ കുട്ടി 50% ക്രെഡിറ്റ് നേടിയിരിക്കണം. രണ്ടാമതായിട്ട് ഡിഗ്രി മേജർ വിത്ത് എ മൈനർ. അതായത് 50% മേജർ ഡിഗ്രിക്ക് വേണമെങ്കിലും ബാക്കിയുള്ള 50%-ൽ 25% വേറൊരു സബ്ജക്റ്റിലാണ് കുട്ടി നേടുന്നതെങ്കിൽ ആ കുട്ടിക്ക് മേജർ വിത്ത് എ മൈനർ എന്ന പേരിൽ ഡിഗ്രി ലഭിക്കുന്നതാണ്. അതായത് ഫിസിക്സ് മേജർ വിത്ത് കെമിസ്ട്രി മൈനർ മീൻസ് ഫിസിക്സിൽ 50% ക്രെഡിറ്റ് നേടുകയും കെമിസ്ട്രിക്ക് 25% ക്രെഡിറ്റ് നേടുകയും ചെയ്താൽ ഫിസിക്സ് മേജർ വിത്ത് മൈനർ കെമിസ്ട്രി എന്നുള്ള ഡിഗ്രി ലഭിക്കുന്നതാണ്. മൂന്നാമതായി മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ സാധാരണ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ഏകദേശം ഈ ഒരു ഡിഗ്രിയാണ് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നത്. ഫിസിക്സ് മേജർ വിത്ത് മൈനേഴ്സ് ഇൻ കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഫിസിക്സിൽ 50% ക്രെഡിറ്റ് നേടുകയും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും 12% ക്രെഡിറ്റും നേടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി എന്നുള്ള പേരിലുള്ള ഡിഗ്രി ലഭിക്കുന്നതാണ്. നാലാമതായിട്ട് ഇൻ്റർ ഡിസിപ്ലിനറി മേജർ. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ പർട്ടിക്കുലർ ഏരിയ കുട്ടി പഠിക്കുകയാണെങ്കിൽ, ലൈക്ക് എക്കണോമിക്സിൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗമാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗമാണ്. അപ്പം ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ഏരിയയിൽ കുട്ടി പഠിക്കുകയാണെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി മേജർ എന്ന പേരിലുള്ള ഡിഗ്രി ആയിരിക്കും കുട്ടിക്ക് ലഭിക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി മേജർ എന്ന് പറയുമ്പോൾ ലൈഫ് സയൻസ്, ഡേറ്റ സയൻസ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റ് ഏരിയയിൽ കുട്ടി പഠിക്കുകയാണെങ്കിൽ, മേജർ സബ്ജക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി മേജർ എന്ന പേരിലുള്ള ഡിഗ്രിയാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നത് മേജർ ഇൻ ലൈഫ് സയൻസ്. അതേസമയം ആറാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 സബ്ജക്റ്റുകളിൽ മേജർ ഡിഗ്രി നേടാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടു 50% ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ മേജർ ഡിഗ്രി ആയിട്ടും ബാക്കിയുള്ള 50%-ൽ 40% ക്രെഡിറ്റ് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് കുട്ടി നേടുന്നതെങ്കിൽ ഡബിൾ മേജർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡബിൾ മേജർ ഡിഗ്രിക്ക് വേണ്ടി ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മേജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ 50% ക്രെഡിറ്റ് നേടുകയും രണ്ടാമത്തെ സബ്ജക്റ്റിൽ 40% ക്രെഡിറ്റ് നേടുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ഡബിൾ മേജർ ഡിഗ്രി അവാർഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഈ 2 സബ്ജക്റ്റുകളും മേജർ സബ്ജക്റ്റായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവ താഴെ പറയുന്നവയാണ്. കുട്ടികൾക്ക് മാക്സിമം ഒരു സെമസ്റ്ററിൽ 30 ക്രെഡിറ്റ് വരെ നേടാവുന്നതാണ്. പക്ഷേ ഈ നേടുന്ന 30 ക്രെഡിറ്റിൽ 16 ക്രെഡിറ്റ് എങ്കിലും താൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ എൻറോൾ ചെയ്തിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ 16 ക്രെഡിറ്റ് നേടേണ്ടതാണ്. ബാക്കിയുള്ള 14 ക്രെഡിറ്റ് ഓൺലൈൻ മോഡിലോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലോ അല്ല എങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നേടാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരേ സമയത്ത് തന്നെ ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. പക്ഷേ അറ്റൻഡൻസിനായി സെപ്പറേറ്റ് ക്രെഡിറ്റ് നൽകുന്നില്ല എങ്കിലും 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാം, കോളേജ് ചേഞ്ച് ചെയ്യാം, യൂണിവേഴ്സിറ്റി അടക്കം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലുണ്ട്. ഇത് സാധ്യമാകുന്നത് ഡിജി ലോക്കറും കുട്ടി നേടുന്ന ക്രെഡിറ്റ് നിക്ഷേപിക്കുന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിജിറ്റൽ ഫെസിലിറ്റിയിലൂടെയാണ് കുട്ടികൾക്ക്
കോളേജും യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. കുട്ടി നേടുന്ന ക്രെഡിറ്റ് 7 വർഷത്തേക്കാണ് അതിന് വാലിഡിറ്റി ഉള്ളത്. അതായത് ഡിഗ്രിക്ക് ഒരു പ്രാവശ്യം കുട്ടി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്നാൽ വളരെ നന്നായി പഠിക്കുന്ന കുട്ടികൾ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് 6 സെമസ്റ്ററിൽ പഠനം പൂർത്തിയാക്കേണ്ട ഒരു കുട്ടി വിചാരിച്ചാൽ 5 സെമസ്റ്ററിൽ തന്നെ പഠനം പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ ഡിഗ്രി വിത്ത് ഓണേഴ്സ് എന്ന് പറയുന്നതിലും 8 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഓണേഴ്സ് ഡിഗ്രി 7 സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കുവാനും കുട്ടികൾക്ക് സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 2ാമത്തെ വർഷത്തെ പഠനത്തിന് ശേഷം കുട്ടിക്ക് 1 മാസത്തോളം ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോകാവുന്നതാണ്. അത് കമ്പൽസറി ആണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കുട്ടിക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഓഡിറ്റ് കോഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കോഴ്സ് കൂടി ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വേറെ ഈ എടുത്തിരിക്കുന്നത് കൂടാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പോയി ഇരിക്കുവാനും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേൾക്കുവാനും ആ ക്ലാസ് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുവാനും ആ കുട്ടിക്ക് സാധിക്കും. ആ കുട്ടി എക്സാം എഴുതണമെന്നില്ല. ബിക്കോസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റും അതിനായിട്ട് നൽകുന്നില്ല. പക്ഷേ മാർക്ക് ഷീറ്റ് വരുമ്പോൾ 75% കുട്ടിക്ക് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാർക്ക് ഷീറ്റിൽ ഓഡിറ്റ് കോഴ്സ് ഈ പർട്ടിക്കുലർ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന പേരിൽ എഴുതി വരുന്നതാണ്. അതുകൊണ്ട് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ധാരാളം ചോയ്സ് ഉള്ള കോളേജുകളിൽ ചേരുവാനായിട്ട് കുട്ടികൾ ശ്രമിക്കണം. ധാരാളം ചോയ്സ് എന്ന് പറയുമ്പോൾ അധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതും അതുപോലെ PhDs ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നവേ റിസർച്ച് സെൻറ്റേഴ്സ് എന്ന് പറയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള കോളേജുകളിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ അത് നിങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്യുവാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ആദ്യമേ അറിയാമെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ കോഴ്സ് ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ ആദ്യ വർഷത്തിന് ശേഷം ഇപ്പോൾ മേജറായിട്ട് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് താല്പര്യം തോന്നുന്നില്ല എങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ മേജർ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുവാനായിട്ടുള്ള അവസരവും ലഭ്യമാണ്. കൂടാതെ നമ്മൾ കണ്ടു ഡബിൾ മേജർ ഡിഗ്രി പോസിബിൾ ആണെന്ന് കണ്ടു. അതായത് ഒന്നിൽ കൂടുതൽ മേജർ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുവാനും 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലൂടെ സാധിക്കും. ഇൻ ബിറ്റ്വീൻ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യുവാനും മൈനേഴ്സായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുവാനും ഈ 4 ഇയർ UG പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.